ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോജിക് ഗേറ്റ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ലോജിക് ഗേറ്റ് ആദ്യം നോക്കാം. ദ ബേസിക് ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ഹാസ് വൺ ഓർ മോർ ഇൻപുട്ട് ആൻഡ് എ സിംഗിൾ ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് എ ലോജിക് ഗേറ്റ്. അതായത് ഒരു സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ട്, അതിൽ ഒന്നിൽ കൂടുതലോ എന്താണ് ഇൻപുട്ട് ഉണ്ടാവാം, അതേപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും അത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ട് 3 കാറ്റഗറി ഓഫ് ലോജിക് ഗേറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാണ് ബേസിക് ലോജിക് ഗേറ്റ്സ്, ദെൻ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ലോജിക് ഗേറ്റ്സ്. അങ്ങനെ 3 കാറ്റഗറി ഓഫ് ലോജിക് ഗേറ്റ്സ് ഉണ്ട്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ലോജിക് ഗേറ്റ്സിനെ പറ്റിയിട്ടാണ് ആണല്ലോ. നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ബേസിക് ലോജിക് ഗേറ്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ആൻസർ ഏതൊക്കെയാണ്? ലോജിക്കൽ ആൻഡ് ഓർ ഗേറ്റ്, ലോജിക്കൽ ഓർ ഗേറ്റ് ആൻഡ് ലോജിക്കൽ നോട്ട് ഗേറ്റ് ആണല്ലോ. ഇനി എന്താണ് ആൻഡ് ഗേറ്റ് എന്ന് നോക്കാം. എന്താണ് ലോജിക്കൽ ആൻഡ് ഗേറ്റ് എന്ന് നോക്കാം ആണല്ലോ. ലോജിക്കൽ ആൻഡ് ഗേറ്റ് എന്തായിരിക്കും? രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടായിരിക്കും. AND gate is a digital circuit that has 2 or more input and produces an output ആണല്ലോ. രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ട് നമുക്ക് ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കാം. പക്ഷേ എന്താണ്, ഒരു ഔട്ട്പുട്ട് മാത്രം ഉണ്ടായിരിക്കും. ആ ഔട്ട്പുട്ട് പറഞ്ഞാൽ എന്തായിരിക്കും? ലോജിക്കൽ ആൻഡ് ഓഫ് ഓൾ ദോസ് ഔട്ട്പുട്ട് ആണല്ലോ. അതിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ നമ്മൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആ ഇൻപുട്ടിലെല്ലാം നടത്തിക്കഴിഞ്ഞാൽ എന്താണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻപുട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്? എയും ഉണ്ട് ബിയും ഉണ്ട്. 2 ബൂളിയൻ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്തു, എ ആൻഡ് ബി. അപ്പോൾ 2 ഇൻപുട്ടാണ്, 2 വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഫോം ചെയ്യാം? 4 ഡിഫറെൻറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? നമുക്ക് എക്ക് 0 ആയി കൊടുക്കാം, ബിക്കും 0 ആയി കൊടുക്കാം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും ആണല്ലോ. ഈ കാര്യം നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആണല്ലോ. ദെൻ 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 1ഉം 0യും കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. 1 ആൻഡ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും ആണല്ലോ. അപ്പോൾ നോക്കിയാൽ നിങ്ങളിതൊന്ന് ആ ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം എപ്പോഴാണ് നമ്മൾ ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് 1 ആയി വരുന്നത്. എല്ലാ ഇൻപുട്ടും നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇൻ ഓൾ അതർ കേസ് ഔട്ട്പുട്ട് വിൽ ബി 0 ആണല്ലോ. പിന്നെ നമുക്ക് ഒരു കാര്യം ഓർക്കാം, നിങ്ങൾ ആൻഡ് ഓപ്പറേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഡോട്ട് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ബൂളിയൻ എക്സ്പ്രഷനിൽ ആൻഡ് ഓപ്പറേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ഡോട്ട് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പറഞ്ഞത്. ഇനി ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ലോജിക്കൽ സിമ്പിൾ, ഏതൊരു ഗേറ്റിനും ഒരു ലോജിക്കൽ സിമ്പിൾ ഉണ്ടായിരിക്കും. അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഡി ഇല്ലേ, അതൊന്ന് വലുതാക്കി എഴുതും. അപ്പോൾ ഇതാണ് ലോജിക്കൽ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ന് പറഞ്ഞേക്കുക. അതിൽ നമ്മൾ 2 ഇൻപുട്ടാണെങ്കിൽ 2 ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇവിടെ y = a and b എന്ന് പറഞ്ഞേക്കുക. സോ ഇതാണ് ഔട്ട്പുട്ട് പറഞ്ഞേക്കുന്നത്. സോ ദിസ് ഈസ് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. സപ്പോസ് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്, നമ്മളൊരു ഇൻപുട്ടും കൂടി കൊടുത്താൽ മതി. ഓക്കെ, സാധാരണ 2 ഇൻപുട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. ദെൻ ഓർ ഗേറ്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓർ ഗേറ്റ് എന്താണ്? ലോജിക്കൽ സർക്യൂട്ട്, ഡിജിറ്റൽ സർക്യൂട്ട് തന്നെയാണ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് ഇവിടെയും ഇത് 2 ഓർ മോർ ഇൻപുട്ട് വരാം, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കാം ആണല്ലോ. ദെൻ ലോജിക്കൽ ഓർ ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ദ സിമ്പിൾ പ്ലസ് ആണല്ലോ. നമ്മൾ ഒരു പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഓർ ഓപ്പറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൂളിയൻ എക്സ്പ്രഷനിൽ. ദെൻ ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് 2 ഇൻപുട്ട് ഓർ ഗേറ്റ്. 2 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് കാണുന്നത്. അത് ഇൻപുട്ട് ഏതൊക്കെയാണ്? എയും ബിയും. ഔട്ട്പുട്ട് എന്താണ്? y = a or b. ഇവിടെ നമുക്കറിയാം, നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ എപ്പോഴാണ് നമ്മൾ ആ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയി വരുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. ഓക്കെ, 0 കേസിൽ മാത്രമാണ് ഔട്ട്പുട്ട് 0 ആയി വരുന്നത്. ഇൻ ഓൾ അതർ കേസസ് ഔട്ട്പുട്ട് വിൽ ബി 1. 0 1 കൊടുത്തപ്പോൾ നമുക്ക് 1 കിട്ടി, 1 0 കൊടുത്തപ്പോൾ 1 കിട്ടി, 1 1 കൊടുത്തപ്പോൾ 1 കിട്ടി ആണല്ലോ. ഇതാണ് ഈ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലോജിക്കൽ സിമ്പിൾ എന്തായിരിക്കും? ലോജിക്കൽ സിമ്പിൾ നമ്മൾ ഒരു കർവ് വരച്ചിട്ട്
ഇതേപോലെ ആയിരിക്കും ലോജിക്കൽ ഓർ ഓപ്പറേഷൻ, ലോജിക്കൽ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ 2 ഇൻപുട്ട് ആണെങ്കിൽ 2 ഇൻപുട്ട് ഇവിടെ കൊടുക്കുക. റൈറ്റ് സൈഡിലായിരിക്കും എപ്പോഴും ഇൻപുട്ട്, ലെഫ്റ്റ് സൈഡിലായിരിക്കും എപ്പോഴും ഇൻപുട്ട് കൊടുക്കുന്നത്, റൈറ്റ് സൈഡിൽ അതിൻ്റെ ഔട്ട്പുട്ടും കാണിക്കുക. ഓക്കെ, സോ ഇത് എയും ബിയും ആണെങ്കിൽ ഇതെന്തായിരിക്കും, y = a ഓർ ബി ആയിരിക്കും. ഓക്കെ, ഇതാണ് ലോജിക്കൽ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതെന്താണ്, ഇതും ബേസിക് ഗേറ്റ് ആണ് കേട്ടോ. ഇതെല്ലാം ബേസിക് ഗേറ്റ്സ് ആണ്. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ഓർ ഗേറ്റ് ആണെങ്കിൽ ബേസിക് ഗേറ്റ്സ് ആണ്. തേർഡ് ടൈപ്പ് ഓഫ് ബേസിക് ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്താണ് റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് നോട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നത്. ഒരു ലോജിക്കൽ ഇൻവേർഷൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. നോക്കി, അതിന് ട്രൂത്ത് ടേബിൾ കൊടുത്തേ. സപ്പോസ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും ആണല്ലോ. സോ ഇതിൻ്റെ ലോജിക്കൽ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു സിമ്പിൾ വരയ്ക്കുക, അതിൻ്റെ എൻഡിൽ ഒരു 0 കൊടുക്കുക ആണല്ലോ. ഇത് എന്തായിരിക്കും, ഒരു യൂണറി ഓപ്പറേഷൻ ആയി ഒരൊറ്റ എന്താണ് ഇൻപുട്ട് മാത്രം ഉണ്ടായിരിക്കും, അതിനായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. സോ ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കുള്ളൂ, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, എ ബാർ കിട്ടും. ഓക്കെ, സോ ഇതായിരിക്കും എന്താണ് ലോജിക്കൽ നോട്ട് ഗേറ്റ് ആണ്. ഇതാണ് ബേസിക് ഗേറ്റ്സ് ആണ്. അപ്പം 3 ബേസിക് ഗേറ്റ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ യൂണിവേഴ്സൽ നാൻഡ് ഗേറ്റിന് യൂണിവേഴ്സൽ ഗേറ്റ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റിനെയും ആണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്താണ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും? ഇപ്പം ടേം ഓർത്ത് വെക്കുക, നാൻഡ് ആൻഡ് നോർ. ഈ 2 ഗേറ്റ്സുമാണ് എന്ത് ഗേറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നാൻഡ് ആൻഡ് നോർ ഗേറ്റ്സ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? നാൻഡും നോർ ഗേറ്റ്സും യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് അറിയപ്പെടാൻ കാരണം എന്തായിരിക്കും? നല്ല സിമ്പിൾ അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, any Boolean function which is of the swap form can be implemented by using NAND gate ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു ബുളിയൻ ഫംഗ്ഷനും നമുക്ക് എന്ത് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കുറേ കൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ നാൻഡ് ഗേറ്റ് ആണെങ്കിൽ നമുക്ക് സോഫ് ഫോമിലുള്ള എക്സ്പ്രഷൻ, സോഫ് ഫോം പറഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിലുള്ള എക്സ്പ്രഷൻ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ നോർ ഗേറ്റ് ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഫോമിലുള്ള എക്സ്പ്രഷൻസ്, പ്രൊഡക്റ്റ് ഓഫ് സം ഫോമിലുള്ള ബുളിയൻ എക്സ്പ്രഷൻ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ നാൻഡ് ഗേറ്റും നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്ന ഏതൊരു ബുളിയൻ എക്സ്പ്രഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഗേറ്റ് ലോജിക്കൽ എന്താ പറയുക സർക്യൂട്ട്സ് പോലെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ലോജിക്കൽ സർക്യൂട്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വൈ നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്. ഓക്കെ, ദെൻ നാൻഡ് ഗേറ്റ് എന്താണെന്ന് നോക്കാം. നാൻഡ് ഗേറ്റിന് പറയുന്ന പേരാണ് ഇൻവേർഷൻ ഓഫ് ലോജിക്കൽ ആൻഡ് എന്നാണ് നാൻഡ് ഗേറ്റ് എന്നാണ്. അതായത് നാൻഡ് ഗേറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറും, നോട്ട് ആൻഡ് എന്നായി മാറും. നോട്ട് ആൻഡ് എന്നായി മാറും. നോട്ട് ആൻഡ് ഗേറ്റിനെ ഒരു കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും, നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നമുക്ക് നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. ട്രൂത്ത് ടേബിൾ ഇവിടെ 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇൻപുട്ട് ഏതൊക്കെയാണ്? എ, ഇവിടെ എഴുതാം, എ ബി. ഔട്ട്പുട്ട് ഏതാണ്? ഇതാണ് ഔട്ട്പുട്ട് കോളം. y = a ഡോട്ട് ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെൻ്റ് ആണല്ലോ. ഇപ്പോൾ ഇൻപുട്ട് എയും ബി ആണ്. സോ ഏതൊക്കെയായിരിക്കും ഇൻപുട്ട് കോമ്പിനേഷൻ? 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം ആണല്ലോ. ഔട്ട്പുട്ട് നോക്കി, ഔട്ട്പുട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ആൻഡ് ഓപ്പറേഷൻ നടത്തി നോക്കി ഇൻപുട്ടിന്. അപ്പോൾ എന്തൊക്കെ ആൻസർ കിട്ടും? 0 വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 0 വന്നാൽ തന്നെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 2 1 വന്നാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 0 0 1 കിട്ടും. അതിനൊന്ന് ഇൻവേർട്ട് ചെയ്ത് നോക്കി, മീൻസ് അതിനൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്ത് 0നെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ 1 കിട്ടും, 0നെ അഗെയിൻ കോംപ്ലിമെൻറ്റ് 1 കിട്ടും, 0 1 1 0. സോ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 1 ആവുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ അത് 1,
1 ആയി മാറും. എപ്പോഴാണ് 0 ആവുന്നത്? ബോത്ത് ഇൻപുട്സും 1 ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇത് ഓർത്ത് വെക്കുക, ഇത് വ്യക്തമായിട്ട് ഓർത്ത് വെക്കുക. അതായത് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആണല്ലോ. എപ്പോഴാണ് 0 ആവുന്നത്? രണ്ട് ഇൻപുട്ടും 0 ആയാൽ മാത്രമേ എന്താണ് രണ്ട് ഇൻപുട്ടും 1 ആയാൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ? 0 ആവുകയുള്ളൂ കേട്ടോ. ദെൻ ഇതിൻ്റെ ലോജിക്കൽ സിമ്പിൾ ഓർത്ത് വെക്കുക. ലോജിക്കൽ സിമ്പിൾ ആണ് ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ വരയ്ക്കുക. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ ഒരു ബബിൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? NAND ഗേറ്റായി മാറും. ഇൻപുട്ട് എ ബി, ഇത് ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു എന്താണ്? A ഡോട്ട് ബി ഓൾ കോംപ്ലിമെൻറ്റ് ആണല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്കൽ സിമ്പിൾ. ഇനി നോക്കി, ഇവിടെ നോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. NAND ഗേറ്റ് ഓപ്പറേഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് AND ഗേറ്റ് ഫോളോഡ് ബൈ ആൻ ഇൻവേർട്ടർ. അപ്പോൾ നമുക്ക് ഈ NAND ഗേറ്റിനെ AND ഗേറ്റും നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു AND ഗേറ്റ് വരയ്ക്കുക, ദെൻ ഒരു നോട്ട് ഗേറ്റ് വരയ്ക്കുക. ഈ സർക്യൂട്ടും എന്താണ്? ഇക്വലൻ്റ് ആണ്. എന്താണ്? ഇത് എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? എ ആൻഡ് ബി. ഇതിൻ്റെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാൽ എന്ത് കിട്ടും? എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെൻറ്റ്. അത് തന്നെയല്ലേ ഇത് കിട്ടിയേക്കുന്നത്. സോ ഈ രണ്ട് സർക്യൂട്ടും സിമിലർ ആണെന്ന് പറയും. അപ്പോൾ NAND എന്താണ്? നോട്ട് ആൻഡ് എന്നാണ് അതിൻ്റെ മീനിങ്. NAND ഗേറ്റ് ഫോളോഡ് ബൈ ആൻ നോട്ട് ഗേറ്റ് എന്നാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മൾ ഡി മോർഗൻസ് ലോ പഠിച്ച സമയത്ത് നമുക്കറിയാമായിരുന്നു എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്തായിരുന്നു? എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് എന്നാണെന്ന് ആണല്ലോ. അതായത് എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെൻറ്റ് മീൻസ് എന്താണ്? ഇത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്? NAND ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. എ ബാർ ഓർ ബി ബാർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഗേറ്റിൻ്റെ പേരാണ്. ബബിൾഡ് ഓർ ഗേറ്റ് എന്നാണ് അത് സാധാരണ അറിയപ്പെടുന്നത്. ബബിൾഡ് ഓർ ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. സോ ഡി മോർഗൻസ് ലോ പ്രകാരം എന്താണ്? NAND ഗേറ്റ് പ്രകാരമല്ല, അതുമായിട്ട് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. അതായത് NAND ഗേറ്റ് ഈക്വൽ ടു എന്താണ്? ബബിൾഡ് ഓർ ഗേറ്റ് എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ബബിൾഡ് ഓർ ഗേറ്റ് എങ്ങനെ ലോജിക്കലി കൺസ്ട്രക്ട് ചെയ്യാമെന്നും അതിൻ്റെ സിമ്പിൾ എന്താണെന്നും ജസ്റ്റ് ഒന്ന് പറയാം. ഇത് NAND ഗേറ്റ് ആണ് അല്ല, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെൻറ്റ്. ദെൻ നമുക്ക് അത് എന്തിനോട് ഇക്വലൻ്റ് ആണ്? ഇതിവിടെ വേണ്ട കേട്ടോ. എന്തിനോട് ഇക്വലൻ്റ് ആണ്? എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റിന് ഇക്വലൻ്റ് ആണ്. സോ എ ഇവിടെ കൊടുത്തു, ഒരു നോട്ട് ഓപ്പറേഷൻ നടത്തി നമുക്കിവിടെ എ കോംപ്ലിമെൻറ്റ് കിട്ടി. ദെൻ ബി ഇവിടെ കൊടുത്തു, നമ്മൾ ഇൻവേർഷൻ ഓപ്പറേഷൻ നടത്തി ബി കോംപ്ലിമെൻറ്റ് എടുത്തു. ദെൻ അതിനെ എന്തായിട്ട് കണക്ട് ചെയ്തു? ഒരു ഓർ ഓപ്പറേറ്ററായിട്ട് കണക്ട് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് കിട്ടി. സോ ഇതെന്തിന് ഇക്വലൻ്റ് ആണ്? ലോജിക്കലി ഇതെന്തിന് ഇക്വലൻ്റ് ആണ്? എ ആൻഡ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഇക്വലൻ്റ് ആണ്. സോ നമുക്കെന്ത് പറയാം? NAND ഗേറ്റ് ഈക്വൽ ടു എന്താണ്? ഡബിൾഡ് ഓർ ഗേറ്റ് എന്ന് പറയാം. സോ ഡബിൾഡ് ഓർ ഗേറ്റ് എന്ന ലോജിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഓർ ഗേറ്റ് വരയ്ക്കുക, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രണ്ട് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബബിൾ ചെയ്യുക. ഇവിടെ എ വന്നാൽ ഇത് ബി ആണെങ്കിൽ എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് ആയി മാറും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു? NAND ഗേറ്റ് എന്തിനൊക്കെ ഇക്വലൻ്റ് ആണോ? ആൻഡ് ഫോളോഡ് ബൈ നോട്ടിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ ബബിൾഡ് ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് NOR ഗേറ്റ്. NOR ഗേറ്റ് എന്നാൽ നോട്ട് ഓർ എന്നാണ് അതിൻ്റെ മീനിങ്. നോട്ട് ഓർ ആണല്ലോ. സോ ഇൻവേർഷൻ ഓഫ് ഓർ ഗേറ്റ് ആയിരിക്കും NAND ഗേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓറിനെ ഇൻവേർട്ട് ചെയ്താൽ മതി. ഓർ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക? 0 വരുന്ന സമയത്ത് 0, ബാക്കി എല്ലാ കണ്ടീഷനിലും 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ 1 ആയി മാറും ആണല്ലോ. ദെൻ അതിനെ ഇൻവേർട്ട് ചെയ്യാം. 0 വന്നാൽ 1 ആയി മാറും. ബാക്കി എല്ലാ കേസസിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 0s ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ ഓർ ബി, അതാണ് ഓർ ഓപ്പറേഷൻ. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാം. y ഈസ് ഈക്വൽ ടു എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എപ്പോഴാണ് 1 ആവുന്നത്? ബോത്ത് ഇൻപുട്ടും 0 ആവുന്ന സമയത്ത്. NAND ഗേറ്റിൻ്റെ കേസിൽ ഔട്ട്പുട്ട് എപ്പോഴാണ് 0 ആവുന്നത്? ബോത്ത് ഇൻപുട്ടും 1 ആവുന്ന കേസിൽ.
അത് രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലോജിക്കൽ സിമ്പിൾ. ഓർ ഓപ്പറേഷൻ വരയ്ക്കുക, ഒരു ബബിള് എന്താണ് റൈറ്റ് സൈഡിൽ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എ ഓർ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്നായിരിക്കും. ഓക്കെ, പിന്നെ നോർ ഗേറ്റ് എന്താണ്? ഓർ ഗേറ്റ് ഫോളോഡ് ബൈ ആൻ ഇൻവേർട്ടർ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർ ഗേറ്റ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ഗേറ്റ് വരയ്ക്കുക. സോ ഇത് എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇതെന്തായിരിക്കും? എ ഓർ ബി ആയിരിക്കും. ഇതെന്തായിരിക്കും? എ ഓർ ബി ഓർ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ദെൻ ഡി മോർഗൻസ് ലോ പ്രകാരം എന്താണ്? എ ഓർ ബി ഓൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നോർ ഗേറ്റ് എന്തിന് ഈക്വലൻ്റ് ആണെന്ന് പറ്റും? ബബിൾഡ് ആൻഡ് ഗേറ്റിന് ഈക്വലൻ്റ് ആണെന്ന് പറ്റും. ബബിൾഡ് ആൻഡ് ഗേറ്റ്, അതായത് ആദ്യം നോട്ട് ഓപ്പറേഷൻ നടത്തുക, ഇൻപുട്ടിന് നോട്ട് ഓപ്പറേഷൻ നടത്തുക, എന്നിട്ട് ശേഷം ആൻഡ് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. സോ എ ഓർ ബി ഓൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് മീൻസ് എന്താണ്? നോർ ഗേറ്റ് ഈസ് ഈക്വൽ ടു ബബിൾഡ് ആൻഡ് ഗേറ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എ ബാർ ആക്കും, ബി ബാർ ആക്കും, നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ട്. ദെൻ വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ബാർ ഡോട്ട് ബി ബാർ ആയിരിക്കും. ആണല്ലോ, ഇതെന്തിൻ്റെ എക്സ്പ്രഷനാണ്? ബബിൾഡ് ആൻഡ് ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ബബിൾഡ് ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്കൽ സിമ്പിൾ ഇതാണ്. എന്താണ്? എ കൊടുക്കുക, ബി കൊടുക്കുക, മുമ്പിൽ ഡി ആൻഡ് ഓപ്പറേഷൻ്റെ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താണ്? ബബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് എന്തിനെ പറ്റി പറയാനുള്ളത്? നാൻഡ് ഗേറ്റിനെ പറ്റിയിട്ടും നോർ ഗേറ്റിനെ പറ്റിയിട്ടും പറയാനുള്ളത്. സോ നാൻഡ് ആൻഡ് നോർ ഗേറ്റ്സ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണല്ലോ. ആ ബേസിക് ഗേറ്റ്സ് ഏതൊക്കെയാണ്? ആൻഡും ഓറും നോട്ടും. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. സ്പെഷ്യൽ ഗേറ്റ്സ് അടുത്ത ക്ലാസ്സിൽ പറയാം.